നമ്മളൊന്ന് +2 മോഡൽ എക്സാമിന് വേണ്ടിയുള്ള ലാസ്റ്റ് മിനിറ്റുള്ള റിവിഷൻ ആണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തേക്കുന്നത് ഡിഫറൻസിയേഷൻ ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏറ്റവും അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ഇന്റഗ്രേഷൻ. അതിലെ 2 ക്വസ്റ്റ്യൻസുകളാണ്, ഒരേ ടോപ്പിക്കിൽ നിന്നുമാണ്. ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് അത് ഏത് ടോപ്പിക് ആണെന്നൊന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കിക്കേ, ഇന്റഗ്രൽ സൈൻ ഓഫ് 2 + 3 log x ഹോൾ ഡിവൈഡഡ് ബൈ x. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1 + tan inverse x the whole cube divided by 1 + x square dx. ഇത് രണ്ടും നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡാണ്. ഇങ്ങനെ ഒരാൾ പറഞ്ഞു തന്നു കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ. പക്ഷെ എക്സാമിന് ഒരിക്കലും നടക്കുന്നതല്ല. നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം ഏത് മെത്തേഡാണ്, എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ടൈം വേണം കേട്ടോ. പല നമ്മൾ ഇത് എടാപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കില്ല. ടൈം എടുത്ത് പഠിക്കണം. നമ്മുടെ റിവിഷൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ഈ ക്വസ്റ്റ്യനില് ഒരു ക്ലൂ പറയാം. നോക്കിക്കേ, ലോഗിനെ കണ്ടോ, ലോഗ് എക്സ് അകത്തൊരാൾ നിൽക്കുന്ന കണ്ടോ. ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് എത്ര? 1/x. ഇവിടെ കണ്ടോ ബൈ എക്സ് കണ്ടോ. ബൈ എക്സ് എന്ന് പറഞ്ഞാൽ മീനിങ് 1/x എന്നാണ്. അപ്പൊ ഇതാണ് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആണുള്ള കാരണം. അപ്പൊ ഇവിടെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് ആർക്കാണ്? u ഈസ് ഈക്വൽ ടു 2 + 3 log x ന് വേണം u കൊടുക്കാൻ. അപ്പൊ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ du. 2 ന്റെ ഡെറിവേറ്റീവ് 0, 3 log x ന്റെ 3 × 1/x dx. ഇങ്ങനെയാ നമുക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇവിടെ ബൈ എക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു 1 ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇത്രയും ഉണ്ടോ. അപ്പൊ ഇവിടെ 1/x dx, ഈ 1/x dx ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ഒരു 3 അധികം വരികയോ, അപ്പൊ അവന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് du/3 = 1/x dx എന്ന് എത്തണം. ഓക്കെ, ഇനി ഞാൻ ക്വസ്റ്റ്യനിലോട് തിരിച്ചു വരികയാണ്. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഈ 1/x dx എന്നുള്ളത് ആരായിട്ട് മാറും? du/3 ആയി. ഓക്കെ, ഇനി നമുക്ക് എഴുതാനുള്ളത്, അപ്പൊ ഈ 1/x dx ആണ് ഈ du/3 ആയിരിക്കുന്നത്. ഇനിയുള്ളത് സൈൻ ഓഫ് 2 + 3 log x നെ സൈൻ ഓഫ് ആരെന്നായിട്ട് മാറും? u. ഈ 2 + 3 log x ഫുൾ ആരായി മാറി? u ആയി. അവിടുന്ന് /3 ഇങ്ങ് പുറത്തെടുക്കണം. ദാറ്റ് ഈസ് 1/3 × ഇന്റഗ്രൽ സൈൻ u du. അപ്പൊ നമ്മൾ സൈൻ u du എന്ന് പറയുമ്പോൾ സൈൻ x dx എന്താണെന്ന് എല്ലാവർക്കും അറിയണം കേട്ടോ. അറിയാൻ വയ്യെങ്കിൽ മൈനസ് കോസ് x ആണ്. അപ്പൊ സൈൻ u ഇന്റഗ്രൽ മൈനസ് കോസ് u എന്നാണ്. അപ്പൊ മൈനസ് കോസ് ഓഫ് u ദാറ്റ് ഈസ് മൈനസ് 1/3 × കോസ് ഓഫ് u ന് പകരം ആരെ കൊടുക്കണം? 2 + 3 log x + 8. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. പക്ഷെ ഇത്രയൊക്കെ എഴുതണ്ടേ, അത് ഇച്ചിരി പണിയാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് കയറാം. ഇന്റഗ്രൽ 1 + tan inverse the whole cube divided by 1 + x square. ഇവിടെ കണ്ടോ tan inverse x. ഈ tan inverse x ന്റെ ഡെറിവേറ്റീവ് എന്താണ്? 1/1 + x square dx. tan inverse x ന്റെ. അപ്പൊ അവിടെ 1 കൂടെ ചേർത്ത് നിങ്ങൾ u കൊടുക്കണം. u = 1 + tan inverse x. അപ്പൊ du വരുമ്പോൾ 1 ന് 0 ആവും. പിന്നെ tan inverse x ന്റെ 1/1 + x square dx. ഇവിടെ കറക്റ്റ് 1/1 + x square dx. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഇൻവേഴ്സ് ലോഗ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും എക്സാമിന് ഉണ്ടാവും. അപ്പൊ ഈ 1/1 + x square dx എന്നുള്ള ഇത്രയും ടൈം ചേർന്ന് ആരായിട്ട് മാറുക? du. അപ്പൊ ഇത്രയും ചേർന്ന് du ആയിട്ട് മാറി. ഓക്കെ, അപ്പൊ ഇത്രയും പേരെ കുറിച്ച് ഇനി ചിന്തിക്കേണ്ട. ഇത്രയും ആളാണ് du ആയത്. ഇനി നമുക്ക് ഉള്ളത് 1 + tan inverse x ഹോൾ ക്യൂബിനുള്ളിൽ 1 + tan inverse x എന്നുള്ളത് u ആ. അപ്പൊ ഇത് 1 + tan inverse x ഹോൾ ക്യൂബ് എന്നുള്ളത് u³ is in the form of x³. x³ ഇന്റഗ്രൽ x⁴ 4/4 3 + 1/3 + 1 x⁴ കേട്ടോ. അപ്പൊ u³ ഇന്റഗ്രൽ u⁴/4 3 + 1/3 + 1. ഇവിടുത്തെ u ന് പകരം നമ്മൾ ആരെ കൊടുക്കണം? 1 + tan inverse x the whole raised to 4/4 + c. That's all. അപ്പോൾ 2 പ്രോബ്ലംസ് ഇത്രയൊക്കെ നല്ല ക്വസ്റ്റ്യൻ, എക്സാമിന് വളരെ നന്നായിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതേപോലെയൊക്കെ ഉള്ളത് പഠിക്കുക. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇങ്ങനെ നിങ്ങളുടെ എക്സാമിന് ഇങ്ങനെ ഉണ്ടാവും. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അടിപൊളി മെത്തേഡ്. എല്ലാവരും നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഗുഡ് ബൈ.